പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കാനും പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനും നഖശികാന്തം ആഞ്ഞടിക്കും ആഞ്ഞടിക്കും എന്ന് പറഞ്ഞു നടന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സ്വയം കുണ്ടുകണക്കിൽ വീണിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ആകെ നാണം കെട്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അബിൻ വർക്കിയെ പുതിയ അധ്യക്ഷനാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാങ്കൂട്ടത്തിന്റെ അനുകൂലികൾ പറയുന്നത് കൃത്യമായി അദ്ദേഹത്തിന് ട്രാപ്പിൽ പെടുത്താൻ അബിൻ വർക്കിയും സംഘവും വലിയ കളികൾ കളിച്ചു എന്ന രീതിയിലാണ്. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഒരു ഓണപരിപാടിക്കിടയിലാണ് അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടം ചിന്താ ജെറോമിനെയാണ് പരസ്യമായി പ്രപ്പോസ് ചെയ്തത് എന്ന രീതിയിലേക്ക് ഒരു ഡയലോഗ് അടിച്ചത്. ട്രോളിന്റെ വിക്ടിമായിരുന്നു താൻ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം അതിനെ പറഞ്ഞ് തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ചിന്താ ജെറോം പറഞ്ഞത് രാഹുൽ വളരെ സീരിയസ് ആയിരുന്നു എന്ന് എനിക്കറിയാം എന്ന് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലർക്കും അശ്ലീല സന്ദേശങ്ങളും മെസ്സേജുകളും അയക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് പല സുഹൃത്തുക്കളും കാത്തോലിക്കറ്റ് കോളേജിലും അല്ലാതെയും പറയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. റിപ്പോർട്ടർ ചാനലിലെ ഇപ്പോഴത്തെ MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിന് പോലും വേണ്ടാത്തൊരു വ്യക്തിയെ പാലക്കാടുകാർക്ക് വേണോ എന്ന് തീരുമാനിക്കൂ എന്നൊക്കെയാണ് വലിയ തോതിൽ റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പാർട്ടിക്കുള്ളിലെ ഒരു ക്രിമിനലാണ് ആ വ്യക്തി എന്ന് നിസ്സംശയം പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച. പല നേതാക്കളും ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നതല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി ഷാഫിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഷാഫിയെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം ഭീഷണിയുടെ സ്വരവുമായി വന്നു എന്നൊക്കെയാണ് രാജൻ ജോസഫ് എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കൃത്യമായും വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഷാഫിക്ക് ന്യായീകരിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായി കോഴിക്കോട് DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഷാഫി അനാവശ്യമായി ഇതിനകത്ത് വലിച്ചിഴച്ച് അദ്ദേഹത്തിനെ തേജോവധം ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ കോഴിക്കോട് DCC ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിരോധം തീർക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും മാങ്കൂട്ടം ഇനി നിയമസഭ കാണില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറയേണ്ട സാഹചര്യമാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് മാങ്കൂട്ടത്തിൽ നൽകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാങ്കൂട്ടം രാജിവെക്കുക എന്നുള്ളത് അത് ഏറ്റവും അഭികാമ്യമായ വിഷയമാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ്. അതിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകണ്ടെങ്കിൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.